ദൈവത്തെപ്പറ്റി കേൾക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ, നമുക്കറിയാം ഏതൊരു നല്ല കാര്യവും തുടങ്ങുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഒരു നിമിഷം നമുക്ക് മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും നല്ലൊരു സൺഡേ, നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. എല്ലാവരും നമുക്കറിയാം ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പോ അങ്ങനെ എല്ലാവരുടെ ആ ഒരു ഇന്നത്തെ ഒരു ദിവസം സന്തോഷത്തോടെയൊക്കെ വീട്ടിൽ ചെലവഴിച്ചതിന് ശേഷം ആരൊക്കെയോ വിളിച്ചു, ഒരു നല്ലൊരു പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു നല്ലൊരു വർക്കുണ്ട്, ഒന്ന് കേട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഡിജിറ്റൽ വേൾഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ എന്താണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ലോകം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് AI യുഗമാണ് അല്ലെ. നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ, വിസ്മയം കൊള്ളുന്ന രീതിയിൽ നമ്മുടെ ചുറ്റും നടക്കുന്നത് യാഥാർത്ഥ്യത്തെ വെല്ലുന്ന രീതിയിലുള്ള പല രീതിയിലേക്കും ഇന്ന് ഇന്റർനെറ്റ് യുഗം മാറിക്കഴിഞ്ഞു. പക്ഷേ ജീവിതത്തിൽ അതുപോലെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. കാലം മാറുമ്പോഴും ടെക്നോളജികൾ മാറുമ്പോഴും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഒരു സുവർണ അവസരം ഇന്നിതാ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സുവർണ അവസരം എന്താണെന്നും ഏതാണെന്നും നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ഇന്ന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച, ഹിസ്റ്ററി തന്നെ ചേഞ്ച് ചെയ്ത fijicart.com എന്ന് പറയുന്ന ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ആണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ പ്ലാൻ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് മറ്റാരും അല്ല, ഇന്ന് കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് പൊസിഷനിൽ നിന്നുകൊണ്ട് അതിശക്തമായിട്ട് ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ടീച്ചിങ് ഫീൽഡിൽ നിന്നും ഫിജികാർട്ട് ഏറ്റെടുത്ത ഒരു പെൺപുലിയാണ്. മാഡത്തിന്റെ പേര് സ്നേഹ ബാലൻ എന്നാണ്. അപ്പോ മാഡം നിലമ്പൂരാണ് സ്വദേശം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ കമ്പനിയുടെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ, എന്താണ് ഈ ഒരു കമ്പനി എന്നും ഇതില് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നും നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് മാം ഈ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരും. സ്നേഹ മാഡത്തെ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹ മാഡം, വെൽക്കം ടു ദ സ്ക്രീൻ. ഇത് മാം വിസിബിൾ ആൻഡ് ഓഡിബിൾ അല്ലേ? ഓക്കെ ആണ് മാം, ഓക്കെ ആണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഇത് മാം. മാഡം വളരെ നല്ല രീതിയിൽ പരിചയപ്പെടുത്തി. അപ്പോൾ ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ എന്റെ ഇന്നത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ, മാഡം പറഞ്ഞു അല്ലെ, സാങ്കേതിക വിദ്യയുടെ കാലമാണ്, AI കാലമാണ്. തീർച്ചയായിട്ടും എന്താണ്, ഒരുപാട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബിസിനസ്സും കൂടിയാണ്. അതിന്റെ ഈ ഒരു അവസരത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു 7:15 മുതൽ എന്താണ് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് എന്റെ ഒരു ഡ്യൂട്ടി നമ്മുടെ കമ്പനിയുടെ പ്ലാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് മാം പ്ലീസ്. ടു ദ ഡിജിറ്റൽ വേൾഡ്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഡിജിറ്റൽ എന്ന വേർഡ് കേൾക്കുന്നത്. ഫിസിക്കലായിട്ടും ഡിജിറ്റൽ ആയിട്ടും നമുക്കൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ മീൻസ് ഫിസിക്കൽ ആയിട്ട് പോയി ഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിജിറ്റൽ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ 2 തരത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് fijicart.com. fijicart.com ബിസിനസിന്റെ മാസ്റ്റർ പ്ലാനിലേക്കും അതുപോലെ തന്നെ ഒരു പാർട്ണർ സ്റ്റോറിലേക്കാണ് ഞാൻ കടക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. നെക്സ്റ്റ്, ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും ശക്തനായവനോ ബുദ്ധിയുള്ളവനോ അല്ല, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയുന്നവനാണ് ഇവിടെ അതിജീവിക്കുന്നത് എന്നാണ് പ്രൊഫസർ ലിയോൺസി മെക്കിൻസൺ ഇവിടെ പറയുന്നത്. ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ലാൻഡ് ഫോണിൽ നിന്നും സ്മാർട്ട് ഫോണിലേക്കും അതുപോലെ തന്നെ ട്രഡീഷണൽ ബിസിനസ്സിൽ നിന്നും ഓൺലൈൻ ബിസിനസ്സിലേക്കുമുള്ള ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ് fijicart.com. നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് വരാം. നമ്മുടെ കമ്പനി ഫാസ്റ്റായി ഗ്രോ
ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള 4 ഇൻഡസ്ട്രികളെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ലോകത്തിലെ തന്നെ നമ്പർ 1 കൺസെപ്റ്റ് ആണ് പിജിക്കാഡോ. എന്താണ് ഈ 4 തരം ബിസിനസ് എന്ന് നമുക്ക് നോക്കാം. ഇ കൊമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് വ്യാപാരം എന്നാൽ ഓൺലൈനായി പർച്ചേസ് ചെയ്യുന്ന രീതി. അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, മീഷോ ഇതൊക്കെ ഒരു ഇ കൊമേഴ്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഡയറക്ട് സെല്ലിംഗ് എന്നാൽ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്ന രീതി. അതായത് ഇടനിലക്കാരില്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. റെഫറൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഗ്രോത്ത് ആയിട്ടുള്ള ബിസിനസ് രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൾട്ടി ലെവലായി കസ്റ്റമേഴ്സിന്റെ കൈകളിലേക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻകം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് രീതി എന്നതിലുപരി പാർട്ട് ടൈം ആയോ ഫുൾ ടൈം ആയോ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നു. പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പാഠ്യം കൂടിയാണ്. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണിത്. നാം എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇമ്മ്യൂണിറ്റി കുറവ്. ഇമ്മ്യൂണിറ്റി കുറവ് നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് പോലുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ വെൽനസ് ഈ കാലഘട്ടത്തിൽ ഫാസ്റ്റ് ആയി ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഈ 4 ഇൻഡസ്ട്രീസിനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ കമ്പനി ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇ കൊമേഴ്സ് കണക്കുകൾ നമുക്ക് നോക്കാം. 2009 390 കോടിയുടെ റവന്യൂ ആണ് നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് 2016 ആയപ്പോഴേക്കും 3800 കോടിയായിട്ട് വർദ്ധിച്ചു. ഇനി 2026 ആകുമ്പോഴേക്കും 20,000 കോടിയുടെ റവന്യൂ വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ പേപാൽ മുതലായവ. ഈ ഒരു ശൃംഖലയിലേക്ക് തന്നെയാണ് പിജിക്കാഡോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ അറൌണ്ട് ദ വേൾഡ്. ഒരുപാട് ലോകരാഷ്ട്രങ്ങളും അവിടുത്തെ ജനസംഖ്യയും ഡയറക്ട് സെല്ലിംഗ് രംഗത്തുണ്ടായ ടേൺ ഓവറുമാണ് ഈ ഒരു സ്ലൈഡിൽ കാണുവാൻ സാധിക്കുന്നത്. USA പോലെയുള്ള 33 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് 7,810 കോടിയുടെ ടേൺ ഓവർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഏറ്റവും താഴെ മലേഷ്യ എന്ന രാജ്യം നോക്കാം. വെറും 3 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് പോലും 30,550 കോടിയുടെ ടേൺ ഓവർ ഉണ്ടാകും. ഏറ്റവും ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 140 കോടിയിൽ അധികം ജനസംഖ്യയുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സോ 2025 ആകുമ്പോഴേക്കും 64,500 കോടിയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 58 ലക്ഷം ജനങ്ങൾ ഈ മേഖലയിൽ അസോസിയേറ്റ് ചെയ്യുമെന്നും ഇതിൽ 53% സ്ത്രീ ജനങ്ങൾ ആയിരിക്കുമെന്നാണ് വിദഗ്ധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ എ സിലബസ് സെറ്റ്. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒരു പാഠ്യ വിഷയം കൂടിയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോ, യൂണിവേഴ്സിറ്റി ഓഫ് ഡയറക്ട് സെല്ലിംഗ് എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ തുടങ്ങിയ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് പാഠ്യ വിഷയം കൂടിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്മുടെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് മുതലായവയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഓരോ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡയറക്ട് സെല്ലിംഗ് ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിയമത്തിനനുസരിച്ചുള്ള സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇവിടെ നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് പ്രമുഖ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ് മുതലായവയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. 2018 ഫെബ്രുവരി 23 ദുബായിൽ വെച്ച് നടന്നിട്ടുള്ള ന്യൂട്രിചാർജ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ലോഞ്ചിങ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ സാനിയ മിർസ ആയിരുന്നു. നെക്സ്റ്റ്, പിജിക്കാർഡ് ഇന്ത്യൻ ലോഞ്ച്. നമ്മുടെ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനാഗുറേഷൻ സെറമണിന്റെ പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
2018 ജൂലൈ 8-ാം തീയതി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് അന്നത്തെ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയായിട്ടുള്ള പി തിലോത്തമൻ സാർ ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് തമന്ന ഭാട്ടിയ ആയിരുന്നു. അതോടൊപ്പം നമ്മുടെ ടീം മാനേജ്മെന്റ് പ്രതിനിധികളെ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. ടെറിട്ടറി എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് നേപ്പാൾ, മലേഷ്യ, USA എന്നീ രാജ്യങ്ങളിലേക്ക് കമ്പനി എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇനി നമുക്ക് നമ്മുടെ മാനേജ്മെന്റിലേക്ക് വരാം. 162 വർഷത്തെ ബിസിനസ് പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂരാണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പേഴ്സണലി എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. ജീവകാരുണ്യ പ്രവർത്തകനാണ്, അതോടൊപ്പം തന്നെ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വ്യക്തമായിട്ടുള്ള ഒരു വിഷനോടും കൂടിയാണ് നമ്മുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇ കോമേഴ്സ് രംഗത്ത് കടന്നു വന്ന് ഒരു ബെസ്റ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ എങ്കിൽ അതുവഴി ഒരു സാമ്പത്തിക നേട്ടത്തിലേക്ക് ഓരോരുത്തരെയും എത്തിക്കുക എന്നതാണ് നമ്മുടെ കമ്പനിയുടെ വിഷൻ. നെക്സ്റ്റ്, അവർ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്. നമ്മുടെ കമ്പനിയുടെ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ 3D പിക്ചർ ആണ് ഫസ്റ്റ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് തൃശൂർ ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലെ റിലയൻസ് സൂപ്പർ മാർക്കറ്റിന്റെ 3rd ഫ്ലോറിലാണ് ഉള്ളത്. ആ പിക്ചേഴ്സും അതുപോലെ തന്നെ ലോജിസ്റ്റിക്കുകൾ മുതലായിട്ടുള്ള അവയാണ് ഇവിടെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഓൾറെഡി പറഞ്ഞു നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഫിസിക്കൽ ഷോപ്പുകൾ അവൈലബിൾ ആണെന്നുള്ളത്. ഫിസിക്കൽ സ്റ്റോറുകൾ 50-ൽ പരം ഫിസിക്കൽ ഷോപ്പുകൾ നിലവിലുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള ഓൺ ബ്രാൻഡ്സുകൾ അവൈലബിൾ ആണ്. ആര്യ, സുത്ത, ഫിജി, ഗ്രില്ലി, വെയർ, സ്വാസ്ഥ്യ, ഉസാന, ലീവ് ലൈൻ മുതലായിട്ടുള്ള ഒരുപാട് ഫിജി ബ്രാൻഡ്സുകളും ഓൺ പ്രോഡക്ട്സുകളും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ട് ഓൺ പ്രോഡക്ട്സുകൾ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പോപ്പുലർ ബ്രാൻഡ്സുകളും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഇന്ന് കാണുന്ന എല്ലാ പ്രൊഡക്ട്സുകളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ബ്രാൻഡുകളും അവൈലബിൾ ആണ്. ഇനി ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം, എങ്ങനെ നമുക്ക് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലേക്ക് എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് KYC ഡോക്യുമെന്റ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോമും ഡയറക്ട് സെല്ലിംഗ് എഗ്രിമെന്റുമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് കമ്പനിയുടെ ബിസിനസ് അവസരത്തെയും പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2 തരത്തിൽ പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഫിസിക്കലായിട്ട് പ്രൊമോഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഓൺലൈൻ രജിസ്റ്റേർഡ് സ്റ്റോർ ആണ് കിട്ടുന്നത്. ആ രജിസ്ട്രേഷൻ സ്റ്റോർ ലഭിക്കുന്ന സമയത്ത് നമുക്കൊരു റിപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് കിട്ടും. ഇത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ് അവസരത്തെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് നടത്തുന്ന ഡിജിറ്റൽ BOP ഒരു ഓൺലൈൻ പ്രൊമോഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി ടു യുവർ കോണ്ടാക്ട്സ്, നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ നേരിട്ട് നമുക്ക് എന്താണ് ഈ ബിസിനസ് അവസരത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ പ്രസന്റേഷൻ പ്രോഗ്രാമുകൾ ഡിജിറ്റൽ അക്കാദമിയുടെ ഭാഗത്തു നിന്ന് പല ജില്ലകളിലായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ട്രേഡ് വിത്ത് ടെക്നോളജി. ഒരു ട്രഡീഷണൽ ബിസിനസ്സും ഇ കോമേഴ്സും അതുപോലെ തന്നെ ഫിജി കാർഡ് എന്നിവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ഉപഭോക്താക്കളിൽ എത്തണമെങ്കിൽ ഒരുപാട് ഇടനിലക്കാരുടെ കൈകളിലൂടെ പാസ് ചെയ്തിട്ട് വേണം. അപ്പോൾ 60 മുതൽ 80% വരെ ലാഭം പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും കൊടുക്കേണ്ടി വരും. ഇവിടെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും വലിയൊരു ലാഭമില്ലാതെയാണ് ട്രഡീഷണൽ ബിസിനസ് നടക്കുന്നത്. ഇനി ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഒരു വെൻഡറുടെ സഹായത്തോടെ ഒരുപാട് ഉപഭോക്താക്കളിലേക്ക് എത്തുമ്പോൾ അതിന്റെ മുഴുവൻ ലാഭവും ഇ കോമേഴ്സ് ഓണർമാർക്കാണ് ലഭിക്കുന്നത്. എന്നാൽ ഫിജി കാർഡ് ഇ കോമേഴ്സിൽ ഡയറക്ട് സെല്ലിങ്ങും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 42% ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നമുക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു എന്നതാണ് പ്രത്യേകത. അപ്പോൾ ഒരുപാട് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ ഫിജി കാർഡ് പ്ലാറ്റ്ഫോം സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്,
ഇനി നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വന്നാൽ നമ്മുടെ എന്താണ് അല്ലെ, നമുക്ക് എന്ത് ഇൻകം ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. Okay, ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ 7 തരത്തിലുള്ള ഇൻകം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. റീറ്റെയിൽ പ്രോഫിറ്റ്. റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പാർട്ട്ണർ സ്റ്റോർ, ഡിജിറ്റൽ സ്റ്റോറിൽ ഒരു പാർട്ട്ണർ സ്റ്റോർ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ഷെയർ ചെയ്ത ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആര് ജോയിൻ ചെയ്താലും, ആര് ആ ഒരു ഷോപ്പിൽ കയറിയാലും, ആര് എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും വിറ്റാലും ആ ഒരു പ്രൊഡക്റ്റിന്റെ ലാഭവിഹിതം റീറ്റെയിൽ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എത്രയാണോ അത് കടക്കാരനായിരിക്കും ലഭിക്കുക. ഇവിടെ നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് ആരെന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും വിറ്റാലും നമുക്കായിരിക്കും ആ പ്രൊഡക്റ്റിന്റെ ആ ഉൽപ്പന്നത്തിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. പേര് പോലെ തന്നെ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻകമാണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ സ്റ്റോറിനെ ബ്രാഞ്ചുകളായിട്ട് മറ്റുള്ളവരിലേക്ക് റഫർ ചെയ്ത് നമ്മുടെ സ്റ്റോറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ 2 ഓർഗനൈസേഷനുകളായി നമ്മൾ റഫർ ചെയ്യുന്ന ഓരോ സ്റ്റോറുകളിൽ നടക്കുന്ന ബിസിനസിന്റെ സെയിൽസ് വോളിയത്തിനനുസരിച്ചിട്ടുള്ള ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഇങ്ങനെ 2000 മുതൽ 30,000 രൂപ വരെ ഒരു ദിവസം നേടാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണ്. ഒരു മാസം 9 ലക്ഷം രൂപ വരെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, ജനറേഷൻ ബോണസ്. നമ്മൾ ഈ ഒരു ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് റഫർ ചെയ്യുവാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ നമ്മുടെ ഫസ്റ്റ് ജനറേഷനും അവയിലൂടെ കണക്ട് ചെയ്യുന്ന സ്റ്റോറുകൾ സെക്കൻഡ് ജനറേഷനും ആയിരിക്കും. ഇങ്ങനെ 9 ജനറേഷനുകളിൽ നടക്കുന്ന സ്റ്റോറുകളിൽ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ 20 മുതൽ 50% വരെ പ്രോഫിറ്റ് മന്ത്ലി ബേസിസിൽ നമുക്ക് തന്നെ കിട്ടുന്നു. ഇതിനൊരു സീലിംഗ് ലിമിറ്റ് ഇല്ല എന്നുള്ളതും വളരെ മാജിക്കലി ആയിട്ട് ഭാവിയിലേക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ ആണിത്. നെക്സ്റ്റ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്. കമ്പനിയുടെ 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ ആയിട്ടുള്ളവരുടെ ഫാമിലിക്ക് 2 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്. നമുക്കൊരു മാസം ലഭിക്കുന്ന പെർഫോമൻസ് ബോണസ് ആണ് മന്ത്ലി പെർഫോമൻസ് ബോണസ്. സെയിൽസ് മാനേജറിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. അന്ന് മുതൽ നമ്മൾ മന്ത്ലി പെർഫോമൻസ് ബോണസിന് എലിജിബിൾ ആകുന്നുണ്ട്. സെയിൽസ് മാനേജർ മുകളിലുള്ള എല്ലാ റാങ്കിലുള്ളവർക്കും ഈ ഒരു പെർഫോമൻസ് ബോണസ് ലഭിക്കും. അത് ലഭിക്കാനുള്ള ക്രൈറ്റീരിയാസും ആണ് ഇവിടെ തൊട്ടടുത്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ആനുവൽ പ്രോഫിറ്റ്. നമ്മുടെ കമ്പനിക്ക് 13 റാങ്കുകളാണുള്ളത്. അതിൽ 11, 12, 13 റാങ്കിൽ ഉള്ള ആളുകൾക്ക് കമ്പനിയുടെ ടോട്ടൽ ആനുവൽ പ്രോഫിറ്റിന്റെ 0.5% മുതൽ 1.5% വരെ വീതിച്ചു നൽകുന്നു. ഒരു ഇൻകം പ്ലാൻ ആണ്. നെക്സ്റ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമ്മൾ കമ്പനിയുടെ 6ാമത്തെ റാങ്ക് ആയിട്ടുള്ള ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമുക്ക് 50,000 രൂപയുടെ റൈഡർ ഫണ്ട് ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. കമ്പനിയുടെ 10ാമത്തെ റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും കമ്പനി. സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് 2 പേർക്ക് പോകാൻ പറ്റുന്ന 10 ലക്ഷം രൂപയുടെ ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടല്ല ലഭിക്കുക, നമ്മൾ ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുക തന്നെ വേണം. നെക്സ്റ്റ്, കമ്പനിയുടെ 12ാമത്തെ റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. കമ്പനിയുടെ 13ാമത്തെ റാങ്ക് ആയിട്ടുള്ള നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് 1 കോടി രൂപയുടെ ഹാപ്പി ഹോം ഫണ്ടാണ് നമുക്ക് കമ്പനിയെ ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. ഇത് നമ്മുടെ കമ്പനിയുടെ റാങ്കും അതുപോലെ തന്നെ അതിന്റെ ക്രൈറ്റീരിയസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു രജിസ്റ്റേർഡ് സ്റ്റോർ എടുത്ത് വന്ന് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് മുതൽ 13ാമത്തെ റാങ്ക് ആയിട്ടുള്ള സെയിൽസ് നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് റാങ്കും അതുപോലെ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയസ് ആണ് ഇവിടെ ചൂടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി അച്ചീവ്.
അല്ലെ? ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ, ബിസിനസിനെ കുറിച്ച് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവും അല്ലെ? നമുക്കിത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾ ഏത് മേഖലയിലുള്ള ആളാണെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ട്രെയിനിങ് നൽകി നമ്മുടെ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന രീതിയിലേക്ക് വളർത്താനുള്ള ഒരു ഡിജിറ്റൽ അക്കാദമി ഫ്രീ ഓഫ് കോസ്റ്റിൽ ലഭിക്കുന്നുണ്ട് നമുക്ക്. ഡിജിറ്റൽ അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫിസിക്കലായും ഡിജിറ്റൽ ആയിട്ടുള്ള റെഗുലർ അവയർനെസ് പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റും കോർപ്പറേറ്റ് ഓഫീസിന്റെയും ലോജിസ്റ്റിക് ഡിവിഷന്റെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസിന്റെയും ഒക്കെ അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അതിന്റെ കോൺടാക്ട് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്,